നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ 30 ഒരൊറ്റ രാത്രിയിൽ ഒലിച്ചു പോയത് 400-ലധികം മനുഷ്യരുടെ ജീവനും ജീവിതവും ജീവനോപാധിയുമാണ്. കേരളം കണ്ട മഹാദുരന്തത്തിന് ഇന്നേക്ക് 608 ദിവസം. പാതിരാത്രിയിലെ ആ നിലവിളിയിൽ കേരളം ആദ്യമൊന്ന് മരവിച്ചുവെങ്കിലും പിന്നെ കണ്ടത് അതിജീവനം, ഉയിർത്തെഴുന്നേൽപ്പ്. കേരളം ഒറ്റക്കെട്ടായി ഒരു നാട് നിർമ്മിക്കാനിറങ്ങി. സർക്കാരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രവാസികളും ഞാനും നിങ്ങളും ഒരുമിച്ചിറങ്ങി. തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നു, പാവപ്പെട്ടവർക്ക് വീടെന്ന് പറഞ്ഞ് പിരിച്ച ആ പണം എവിടെയെന്ന്. രാഹുൽ ഗാന്ധിയുടെ ഉറപ്പായിരുന്നു കേരളത്തിന് ആ 100 വീടുകൾ. ഇന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുണ്ട്. വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം രാഹുൽ പങ്കുവച്ചു. നല്ല കാര്യം. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പാടി. അതും നല്ല കാര്യം. ഗാന്ധി കുടുംബത്തിന്റെ തറവാടായ അമേഠിയിൽ തോറ്റപ്പോൾ കൈത്താങ്ങായത് വയനാടായിരുന്നു. ആ വയനാടിനെ മറന്നോ രാഹുൽ ഗാന്ധി? പിരിച്ച കോടികൾക്ക് കണക്കുണ്ടോ? നമുക്കൊപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്ന് റിജിൽ മാക്കുറ്റി, CPM-ൽ നിന്ന് M ശിവപ്രസാദ്, അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ എന്ന്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതേപ്പറ്റി ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാം. വയനാട് എന്താ തെറ്റിപ്പോയത്? അവിടെ ഞങ്ങൾ തുടങ്ങിയില്ലേ, അവിടെ ഞങ്ങള് സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഏരിയ വൈസ് ഇത് ചെയ്തു തുടങ്ങി. വീടുകളുടെ സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട്. അല്ലല്ല അതൊക്കെ ആ പ്രൊസീജിയർ ഇല്ലാണ്ട് അവിടെ ഞങ്ങള് അവിടെ കംപ്ലീറ്റ് സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ എന്ത് ഇത്ര നിങ്ങള് സർക്കാർ വെച്ച കേക്ക് അല്ലല്ല ഇത് ഡിവൈഡ് ചെയ്യണ്ടേ ആദ്യം? ഈ സെന്റ് ഇത്ര സെന്റ് വെച്ച് അല്ലല്ല അതിപ്പോ തൽക്കാലത്തേക്കുള്ള നമ്മളിപ്പോ മറയൊക്കെ ഇട്ടിട്ട് ചെയ്യുമല്ലോ സാധാരണ. അതുപോലത്തെ ഉള്ള പ്രിക്കോഷൻസ് ആണ്. എല്ലാ വീടുകൾക്ക് വേണ്ടി തരംതിരിച്ച് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, വയനാടിൽ ആ ദുരന്ത ബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം കോൺഗ്രസ് തുടങ്ങിയോ? ശ്രീമതി ആര്യ, ഈ വയനാട്ടിലെ സംഭവത്തിന് ശേഷം വളരെ കൃത്യമായി ഞങ്ങളുടെ പാർട്ടിയും അതോടൊപ്പം തന്നെ കേരളത്തിലെല്ലാവരും നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഒറ്റക്കെട്ടായി വയനാടിന് വേണ്ടി ആ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടി 100 വീടുകൾ പ്രഖ്യാപിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി ആ 100 വീടുകൾ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം തരും എന്നുള്ളതായിരുന്നു ഞങ്ങൾ കരുതിയത്. സർക്കാർ സ്ഥലം തന്ന് അവിടെ ഞങ്ങളുടേതായ 100 വീടുകൾ ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷേ ആ സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം തന്നിട്ടില്ല. സ്ഥലവുമായി ബന്ധപ്പെട്ട് ബഹുമാനീയ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ സ്ഥലം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു. സ്വാഭാവികമായും അത്തരം നിലപാട് സ്വീകരിച്ചപ്പോൾ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രശ്നമായി. 100 വീടുകൾ എടുക്കാനുള്ള സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട തറക്കല്ലിട്ടു. ഞങ്ങൾ 100 വീട് പ്രഖ്യാപിച്ച വീട് ഞങ്ങൾ നടത്തും, ഞങ്ങൾ കൊടുക്കും. അതിനകത്ത് നിങ്ങൾ ആ വിഷയം വെച്ച് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം പോലും ഇവിടെ വരാത്ത സ്ഥിതിക്ക് ഫണ്ട് കട്ടവർ തട്ടിപ്പ് നടത്തിയവർ കൊള്ളക്കാരും കാട്ടുകള്ളന്മാരെയും ന്യായീകരിക്കുന്നതിന് വേണ്ടി വയനാട്ടിലെ ഫണ്ട് എവിടെ നിന്ന് മാതൃഭൂമി പോലത്തെ ഒരു ചർച്ച ഈ വിഷയത്തിൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് അല്പം നാണം നിങ്ങൾക്ക് വേണം. ഈ നാട്ടിനകത്ത് രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കിയതിൻ്റെ കണക്ക് പോലും ഇവിടെ പുറത്തു വരികയാണ്. എന്നിട്ട് വയനാട് ഞങ്ങൾ ഫണ്ട് മുക്കി എന്നുള്ളത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ബഹുമാനീയ പ്രതിപക്ഷ നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് പ്രത്യേക ഒരു ആപ്പ് വഴി പണം വന്നിട്ടുണ്ട്. ആ പണം കൃത്യമായി ചെലവഴിച്ച് 100 വീടുകൾ ഞങ്ങൾ ഈ നാട്ടിലെ ആ നാട്ടിലെ ജനങ്ങൾ കൊടുക്കും. ഒരു തർക്കമില്ല. ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നടത്തും. നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? മാതൃഭൂമിയുടെ ചർച്ച കാണുമ്പോൾ LDF-ന് വേണ്ടി കൈരളി ചാനലാണ് ഞാൻ കരുതിയത്. നിങ്ങളുടെ ക്യാപ്ഷൻ കണ്ടപ്പോൾ വയനാട്ടിലെ ഫണ്ട് എവിടെ? ഞങ്ങളെന്താ സ്ഥലം എടുത്തില്ലേ? ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ ചെയ്തില്ലേ? എന്തുകൊണ്ട് പറഞ്ഞു? കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞല്ലോ സർക്കാർ സ്ഥലം തന്നിട്ടില്ല. ആ സർക്കാർ സ്ഥലം തരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ആ സ്ഥലം കണ്ടെത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പ്രഖ്യാപിച്ച വീടുണ്ടല്ലോ, ആ പ്രഖ്യാപിച്ച വീടിനകത്ത് ഈ വർഷമായിട്ട് അവർക്ക് താമസിക്കാൻ പറ്റുമോ? അവിടെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. ഒരു സർക്കാർ സംവിധാനം കോടാനുകോടി രൂപയാണ് ആ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ പണം മുഴുവൻ അതിനൊക്കെ ചെലവഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവികമായും ഇത്ര കാലമായിട്ടും അതിൻ്റെ പൂർണ്ണമായും ആളുകൾക്ക് അവിടെ കയറിക്കൂടാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആക്കി. അതൊന്നും നിങ്ങൾക്ക് ചർച്ചയില്ല. കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീട് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് LDF-ന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി വയനാട്ടിലെ ഫണ്ട് എവിടെയും ചോദിക്കുമ്പോൾ
ഫണ്ട് എവിടെ, അതൊന്നും ഞാൻ നിർമ്മാണ പ്രവൃത്തി ഞാൻ ചോദിച്ചത് നിർമ്മാണ പ്രവർത്തികൾ അവിടെ തുടങ്ങി. അതെ, നിർമ്മാണ പ്രവൃത്തി സ്ഥലം ഏറ്റെടുത്തു. നിങ്ങൾക്കൊക്കെ സ്ഥലം ഏറ്റെടുത്തു, ആ സ്ഥലത്ത് തറക്കല്ലിട്ടു. ആ സ്ഥലം നമ്മുടെ പേരിലാണല്ലോ, KPCC എടുത്ത സ്ഥലമാണല്ലോ. ആ സ്ഥലം നിങ്ങളുടെ ചാനൽ കണ്ടിട്ടുണ്ടല്ലോ. ആ സ്ഥലത്ത് വീടെടുക്കണമെങ്കിൽ അതിൻ്റെതായ പ്രൊസീജിയർ ഇല്ലേ? 100 വീടെടുക്കുമ്പോൾ സ്വാഭാവിക അത് തരംതിരിക്കണ്ടേ? അത് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? അതിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ടല്ലോ. വീടെടുക്കാതെ ഞങ്ങൾ സ്ഥലം എടുക്കാതെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈ സ്ഥലം ഉൾപ്പെടെ ഞങ്ങൾ സർക്കാർ തരുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സർക്കാർ സ്ഥലം തന്നിട്ടില്ല. ആ സ്ഥലം കണ്ടെത്തി അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ നാട്ടിലെ ആൾക്ക് പ്രശ്നമില്ലല്ലോ. ഇന്നലെ DYFIക്കാരുടെ കൊടികുത്താൻ വന്നിരുന്നു, അവിടെ ആള് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? റിജിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും എന്റെ ഇപ്പൊ നേരത്തെ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേട്ടു. അദ്ദേഹം പറഞ്ഞത് അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി എന്നാണ്. ഞാൻ റിജിലിനോട് ചോദിക്കുന്നത് അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയോ എന്നാണ്. അതാ ഞാൻ പറഞ്ഞ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുമ്പോൾ ഈ സ്ഥലത്തെ വേർതിരിക്കുക 100 വീടുകൾക്ക് വേണ്ടി അത് തരംതിരിക്കണം. അതിന് പ്രാഥമികമായ കാര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്ഥലമെടുത്തു, അതിന്റെ ഇട്ടു. 30-ാം തീയതിയാണ്. ഈ മാർച്ച് 19-ാം തീയതി വരെ, അതായത് അത് വിവരാവകാശ രേഖയാണ്. ഇന്നലെ വരെ മേപ്പാടി പഞ്ചായത്തിൽ സണ്ണി ജോസഫിന്, അതായത് KPCC അധ്യക്ഷന്റെ പേരിൽ ഇവിടെ വീട് നിർമ്മിക്കാനുള്ള ഒരു അപേക്ഷ പോയിട്ടില്ല. അതാണ് പ്രശ്നം. അപേക്ഷ പോയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അത് ഭൂമിയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രക്രിയ നടന്നാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥലം ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കള്ളന്മാരെ കൊള്ളക്കാരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഫണ്ട് തട്ടിപ്പാക്കിയെന്ന് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പ്രഖ്യാപിച്ച ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ വീടെടുത്തു കൊടുക്കും. നിങ്ങൾക്ക് എന്താ? ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി CPM തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസിന്റെ ഫണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആ ഫണ്ട് വിനിയോഗിച്ച് വീടെടുത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ സ്ഥലമെടുത്തോ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ സർക്കാരിന്റെ പ്രതീക്ഷിച്ച് ഭൂമി തരാതെ നിന്നപ്പോഴാണ് ആ ഭൂമി കണ്ടെത്താൻ 100 ആളുകൾക്ക് 100 കുടുംബങ്ങൾക്ക് വീടെടുത്ത് കൊടുക്കണമെങ്കിൽ അതിന് സ്ഥലം കണ്ടെത്തണമെങ്കിൽ അതിന് ഒരുപാട് സർക്കാരിൽ നിന്ന് ഭൂമി പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടായതെന്ന് പറഞ്ഞു. ഞാൻ 2 തീയതികൾ പറയാം. ഒന്ന് 29/8/2024, മറ്റൊന്ന് 1/1/25. ഈ 2 തവണ. ഒന്ന് ഈ 29/8/2024 സർവകക്ഷി യോഗമായിരുന്നു. അതിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. അതിന്റെ മിനിറ്റ്സ് എന്റെ കയ്യിലുണ്ടല്ല. അതിൽ VD സതീശൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചില്ല. ജനുവരി 1, 2025 അന്ന് 22 സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ വീടുകൾ കോൺഗ്രസും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവുമായി 22 സ്പോൺസർമാരുടെ ഭാഗമായി ആ യോഗത്തിലും പങ്കെടുത്തിരുന്നു. ആ മിനിറ്റ്സും എന്റെ കയ്യിലുണ്ട്. അതിലും ഇങ്ങനെ ഒരു ഭൂമി എടുത്തു തരണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് അതിൽ കാണുന്നില്ല. അതൊന്ന്. അത് മാത്രമല്ല, മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീടുകൾ അവർ നിർമ്മിച്ച് നൽകി. ഇപ്പൊ സർക്കാർ പോലും നൽകിയിട്ടില്ല, പക്ഷെ മുസ്ലിം ലീഗ് നൽകി. അപ്പം നേരത്തെ റിജില് പറഞ്ഞതുപോലെ പ്രതിപക്ഷ ഉപനേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. അപ്പൊ PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചാൽ അതിലൊരു ക്ലാരിറ്റി വരില്ലായിരുന്നോ? തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി അത് സംസാരിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് സ്ഥലം തരാത്തത് കൊണ്ടാണ് സ്ഥലം കണ്ടെത്താൻ ആ സ്ഥലത്തിൻ്റെ ഉൾപ്പെടെ പണം കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് വീടെടുക്കുന്നത്. വീടെടുക്കുമ്പോൾ വീട് മാത്രമല്ല സ്ഥലവും വീടും ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്ന് വസ്തുതയാണ്. പക്ഷെ അവിടെ വീട് നിർമ്മിക്കില്ല, സ്ഥലം എടുക്കില്ല എന്നല്ലോ. അവിടെ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി അതെ ഞാൻ ചോദിക്കുന്നു. ആര്യ ഒരു കാര്യം പറയട്ടെ. ആര്യയുടെ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം. ആര്യ കുറച്ച് മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പേ. അപ്പൊ ആര്യയുടെ ലക്ഷ്യം ഉണ്ടാവും, മാതൃഭൂമിക്ക് ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിന് വന്ന് നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ പറഞ്ഞ വീട് കോൺഗ്രസിനെ ഈ നാട്ടിലകത്തെ മുഴുവൻ മനസ്സിലാകുന്നുണ്ടല്ലോ. താങ്കൾക്ക് ഉള്ളിലുള്ള രാഷ്ട്രീയം എന്താണ് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് രക്തസാക്ഷി ഫണ്ട് മുക്കിയതിന്റെ കണക്കിന്ന് പുറത്തു വന്നു. അതിനെപ്പറ്റി ഒരു വാക്കുകൾ ചോദിച്ചിട്ടല്ലോ. അത് നിങ്ങൾ ഡിബേറ്റ് അല്ലല്ലോ. നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞോ കോൺഗ്രസ് അല്ലല്ല നിങ്ങൾ ഇൻട്രോയിൽ ആ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. CPM ഏരിയ സെക്രട്ടറി ആ രക്തസാക്ഷി ഫണ്ട് മുക്കിയതിന്റെ പണം ഇൻട്രോയിന്റെ കണക്ക് പുറത്തു വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഈ നിമിഷം വരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആരും ആ ആരോപണം മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പ്രതികരണം എന്റെ കയ്യിൽ ഇല്ല കേൾപ്പിക്കാൻ. രജിൽ എനിക്ക് അയച്ചു തരാണ്, ഞാൻ അത് കേൾപ്പിക്കാം. ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിലിട്ട കാര്യം ഞാൻ ശിവപ്രസാദിനോട് ചോദിക്കാതിരിക്കുന്നില്ല. സമൂഹത്തിന്റെ മുമ്പിലുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം മാത്രമേ നിങ്ങൾ ചർച്ച ചെയ്യൂ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ചർച്ച ചെയ്യൂ. അങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ളൂ അല്ലല്ലോ.
നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിലൂടെ ഈ ആരോപണം ഉന്നയിച്ചിട്ട് ആ വിഷയം പോലും നിങ്ങൾക്ക് ചോദിക്കാനും അത് ഇൻട്രോയിൽ പറയാൻ നിങ്ങൾ തയ്യാറല്ല. അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ വ്യക്തല്ലേ? പിന്നെ ഞാൻ റെജിലേക്ക് വരാം. CPM പ്രതിനിധിയോട് ചോദിക്കുമ്പോ നിങ്ങൾ കോൺഗ്രസിന്റെ പണം എവിടെ എന്ന് ചോദിക്കുമ്പോ രക്തസാക്ഷി ഫണ്ട് മുഖ്യമന്ത്രി പണം എവിടെ ചോദിക്കാനുള്ള മര്യാദ കാണിക്കണം. ഞാൻ പറഞ്ഞപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇൻട്രോയിൽ മുഴുവൻ പറഞ്ഞെന്താ? നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞെന്താ? കോൺഗ്രസിന്റെ വയനാട്ടിലെ ഫണ്ട് ആ ഫണ്ടിനെ കുറിച്ചാണ്. ഞാൻ അതേ രീതിയിൽ ഒറ്റവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇരട്ടത്താപ്പാണ്, നിങ്ങൾ ഏകപക്ഷീയമാണ്. പണം തട്ടിയെടുത്തു, പണം മുക്കി, അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയോ? എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിങ്ങൾ തുടങ്ങിയോ? വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിങ്ങൾ തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചു. നിങ്ങൾ എത്ര പണം, എത്ര ഫണ്ട് നിങ്ങൾ ശേഖരിച്ചു, അത് ഏത് അക്കൗണ്ടിലാണെന്ന ചോദ്യം പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദ്യത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഞാൻ ചോദിച്ചത് അവിടെ ആ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയോന്ന് മാത്രമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. 15 മിനിറ്റായി. നമുക്ക് അടുത്ത മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി പോകണല്ലോ. എം ശിവപ്രസാദ്, നോക്കൂ, സർക്കാർ വീടുകൾ നിങ്ങൾ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ ചർച്ച. എന്തേ നിങ്ങൾ ഇൻട്രോയിൽ അത് വരാഞ്ഞത്? നിങ്ങൾ എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾക്ക് ഇൻട്രോയിൽ പറയാൻ മടി? നിങ്ങൾ എന്താ പേടി? നിങ്ങൾ ചോദിക്കാഞ്ഞത്? ഞാൻ പറഞ്ഞപ്പോ ചോദിക്കാന്ന്. നിങ്ങൾ ഇൻട്രോയിൽ എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞോ? ആര് പറഞ്ഞു? നിങ്ങൾ കോൺഗ്രസിനെ ഇകഴ്ത്തിക്കാട്ടുമ്പോ ഇവിടെ രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്ന ആരോപണം ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. ആ ഇൻട്രോയിൽ അതുകൂടി പറയണം. നിങ്ങൾ എന്നോട് ചർച്ചയ്ക്ക് വിളിക്കുമ്പോ ഇതുകൂടി ഉണ്ടെന്ന് പറഞ്ഞതാ. അതെനിക്ക് ചോദിക്കാനുള്ള അവസരം അല്ലല്ല ഇൻട്രോയിൽ പറയാൻ പറ്റില്ല. എന്താ ഇൻട്രോയിൽ നിങ്ങൾ ചോദിക്കാഞ്ഞത്, പറയാഞ്ഞത്? ആ തലക്കെട്ടിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം വഴക്കിലേക്ക് പോകണം? ഞാനും വഴക്കിന് തയ്യാറാണ്. ഞാൻ ഇത്രയും നേരം താങ്കളുടെ ഒച്ചയ്ക്ക് ഒന്നും ഞാൻ താങ്കളോട് നിർമ്മാണ പ്രവർത്തി തുടങ്ങിയെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഫണ്ട് തണ്ടി എത്ര കോടി പിരിച്ചു, ഏത് അക്കൗണ്ട്, ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ കടന്നിട്ട് പോലുമില്ല. അതിന് കോൺഗ്രസ് നേതാക്കൾ പോലും ഏറ്റെടുത്തിട്ടില്ല ആ പോസ്റ്റ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അതിനൊരു പ്രതികരണവുമില്ല. അത് എന്നിട്ടും ഞാനത് ചോദിക്കുന്നുണ്ട്. കുഞ്ഞികൃഷ്ണ സ്ഥാനാർത്ഥിയാണ്, സ്ഥാനാർത്ഥിയല്ലേ? പിന്നെന്താ? അവിടെ LDF സ്ഥാനാർത്ഥിയല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് നിങ്ങൾ ചോദിച്ചൂടെ? ഞാൻ ചോദിക്കാന്ന് പറഞ്ഞല്ലോ. UDF-ന്റെ പിന്തുണയല്ലേ മത്സരിക്കുന്നത്? സംശയമുണ്ടോ? നിർമ്മാണ പ്രവർത്തി തുടങ്ങിയെന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇത്രയും അസ്വസ്ഥപ്പെട്ട ആരോപണം ഉന്നയിച്ചിട്ട് കണക്ക് ചോദിച്ചില്ല. ആ പണം എവിടെയെന്ന് ചോദിച്ചില്ല. നിങ്ങൾ ഈ പണം എത്ര കോൺഗ്രസിനെ അങ്ങ് കോലിട്ടിളക്കാമെന്ന് ധരിക്കണ്ട. ഞാൻ വീടിന്റെ നിർമ്മാണ പ്രവർത്തി തുടങ്ങിയോന്ന് മാത്രമേ ചോദിച്ചു. എത്ര പണം പിരിച്ചു, ഏത് അക്കൗണ്ടിൽ, ജോയിന്റ് അക്കൗണ്ടിലാണെങ്കിൽ അത് എവിടെ, ഈ ചോദ്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കടന്നിട്ടില്ല. എന്തായാലും താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരാം. എം ശിവപ്രസാദ്, ഇതിപ്പം സർക്കാർ പ്രഖ്യാപിച്ച 178 വീടുകൾ, ആ 178 വീടുകളിലേക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഒരു മനുഷ്യൻ പോലും കയറി താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. അവിടെ ഇനിയും നിർമ്മാണ പ്രവർത്തികൾ ബാക്കിയാണ്. പക്ഷെ നോക്കൂ, സർക്കാരിന്റെ മുന്നിൽ എല്ലാ മെഷീനറിയും ഉണ്ട്. ഒരു സർക്കാർ സംവിധാനമാണ്, എല്ലാ മെഷീനറിയും സർക്കാരിനൊപ്പമുണ്ട്. പക്ഷേ മറുഭാഗത്ത് മുസ്ലിം ലീഗ് അവർ പറഞ്ഞ വീടുകൾ അവർ പൂർത്തിയാക്കി, അവർ കൈമാറി താക്കോൽ. അവിടേക്ക് ആളുകൾ താമസിക്കാത്തത് സമീപത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ സമീപത്ത് പണികൾ, നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ട്, അല്ലാതെ ലീഗിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും മുഴുവൻ സർക്കാർ മെഷീനറിയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ആ വീടുകൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഈ ദിവസത്തെ വസ്തുത. പിന്നെ എന്തിനാണ് തിരക്കിട്ട് അന്ന് ആ ഉദ്ഘാടനം നിർവഹിച്ചത്? നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ ന്യായമായും വരും. കാരണം എൻ്റെ കയ്യിൽ നിങ്ങൾ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും കണക്ക് സഹിതമുള്ള ഉത്തരവും മറുപടിയും ഉണ്ട്. ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയിൽ ഒരു അക്ഷരം പോലും പറയാതെ തന്നെ എന്താണ് ഇന്ന് കോൺഗ്രസ് കേരളത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയെന്ന് വളരെ കൃത്യമായി ശരീരഭാഷയിലൂടെയും സംസാരത്തിലെ പ്രകോപനത്തിലൂടെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി വരച്ച് കാട്ടിയത് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങയോടുള്ള ഉപദേശം, അങ്ങ് അദ്ദേഹത്തിൻ്റെ പ്രകോപനത്തിൽ വീണുപോകരുത്. കാരണം ഈ ചർച്ചയിലാകെ ഇങ്ങനെ ബഹളം വെച്ച് അലമ്പുണ്ടാക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ചർച്ച തിരിക്കണം എന്ന ഉദ്ദേശബുദ്ധിയോടു കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് ആദ്യ മിനിറ്റിൽ തന്നെ കേരളത്തിന് ബോധ്യപ്പെടുകയാണ്. അധമമായി കോൺഗ്രസ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ പച്ചക്കള്ളമെന്നും പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചു.
മൃഗീയമായി നടത്തിയ വഞ്ചനയെ, അധമമായും നരാധമമായും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചൂഷണത്തെ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസിന് വിശദീകരിക്കാൻ കഴിയുന്നത്? ഞാനിതിനെ വൈകാരികമായൊന്നും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വൈകാരികമായി അവതരിപ്പിച്ചാൽ ഒരുപക്ഷെ വസ്തുതകളിൽ നിന്നും ചോർന്നു പോകും. നാം ആലോചിക്കേണ്ടത് 298 പേരുടെ ജീവിതം നഷ്ടപ്പെട്ട ഒരു ദുരന്തമല്ലേ ഉണ്ടായത്. 32 മനുഷ്യരെ ഇന്നും നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ. 2024 ജൂൺ മാസം 30-ാം തീയതി ആ ദുരന്തമുണ്ടായി. ഇന്ന് നാം ഈ ചർച്ച നടത്തുന്ന ദിവസം ഏതാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. 2026 മാർച്ച് മാസം അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാം ചോദിക്കേണ്ട അടിസ്ഥാനപരമായൊരു ചോദ്യമില്ലേ, ഈ കേരളത്തിനകത്ത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ കോൺഗ്രസ് നടത്തിയൊരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രഖ്യാപനം? ആ പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ 100 വീട്, രാഹുൽ ഗാന്ധിയുടെ 100 വീട്, യൂത്ത് കോൺഗ്രസിൻ്റെ 100 വീട്, 230 വീടുകൾ കോൺഗ്രസ് വെച്ച് തരും എന്നാണ് കോൺഗ്രസ് കേരളത്തോട് പ്രഖ്യാപിച്ചത്. ഞാൻ ന്യായമായി ചോദിക്കട്ടെ, കോൺഗ്രസ് വീട് വെക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എംപിമാരുൾപ്പെടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകാൻ തയ്യാറായപ്പോൾ അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നത്? നമ്മുടെ ആപ്പില്ലേ, ആപ്പ് വഴിയാണ് കോൺഗ്രസ്സുകാർ പൈസ കൊടുക്കേണ്ടത്. ഞാൻ ആ വാദത്തെ ഒന്നും ഖണ്ഡിക്കാനേ ആഗ്രഹിക്കുന്നില്ല. ന്യായമായി കേരള സമൂഹം 2024 ജൂൺ മാസം 30-ാം തീയതി ഒരു ദുരന്തത്തിന് ശേഷം 2026 മാർച്ച് മാസം 30-ാം തീയതി എത്തി നിൽക്കുമ്പോൾ ന്യായമായി കേരളത്തിലെ മനുഷ്യന് വേണ്ടി കോൺഗ്രസിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ആപ്പ് എവിടെ? ആ ആപ്പിനകത്തുകൂടി വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പിരിച്ച പൈസയുടെ കണക്ക് എത്ര? നിങ്ങൾ ആ പിരിച്ച പൈസ ഏത് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നു? ഇതുവരെ ഈ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ കേരളം കോൺഗ്രസിനോട് തിരിച്ചു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കാരണമുണ്ട് പ്രിയപ്പെട്ട ആങ്കറെ, പ്രിയപ്പെട്ട കേരളത്തിലെ മനുഷ്യരതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ വയനാട് കുട്ടിഘോഷിക്കപ്പോൾ നടന്ന ശിബിരത്തിൽ സാക്ഷാൽ KC വേണുഗോപാൽ പറഞ്ഞൊരു മറുപടിയുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന്. അന്ന് KC വേണുഗോപാൽ പറഞ്ഞത്, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ ഭരണമില്ല, ഞങ്ങൾക്ക് കേരളത്തിൽ ഭരണമില്ല, അതുകൊണ്ടൊരു മുഴുവൻ തേങ്ങ മുഴുവനായി ചിരകിയിട്ട് ഞങ്ങൾ വർഷങ്ങളായിരിക്കുന്നു, അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും ഒന്ന് അധികാരം പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഈ തേങ്ങയെല്ലാം ചിരുകി ഈ കട്ടും മുട്ടിച്ചും ഉണ്ടായ പൈസ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി ചെലവാക്കുന്നത് തിരിച്ചു വെക്കാനെന്നു പറയാതെ പറഞ്ഞത് AICC ജനറൽ സെക്രട്ടറി അല്ലേ? ഞാൻ മാന്യമായി കേരളത്തിലെ കോൺഗ്രസിനോട് ചോദിക്കട്ടെ, കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്നാണ് നാട്ടിലെ ഒരു സാധാരണ പഴമൊഴി. ഈ മരിച്ച മനുഷ്യൻ്റെ സമ്പത്ത് തിന്ന പാപം എവിടെ കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അക്കൗണ്ടിനെ പറ്റി ഒരു അക്ഷരം കോൺഗ്രസ് മിണ്ടാത്തത് കൊണ്ട്, മിണ്ടാത്തതിൻ്റെ കാരണം അക്കൗണ്ടിനെ പറ്റി ഒരു വാചകം ഏത് അക്കൗണ്ടാണെന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കേരളത്തിൽ പുറത്തേക്ക് വരും. അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നാൽ വന്ന പൈസ എപ്പോഴെല്ലാം പിൻവലിക്കപ്പെട്ടു എന്ന് പുറത്തേക്ക് വരും. ആ പിൻവലിക്കപ്പെട്ട ദിവസം ഒരുപക്ഷെ വയനാട് അവർ നടത്തിയ ശിബിരത്തിൻ്റെ തലേ ദിവസമാവാം. ആ പിൻവലിക്കപ്പെട്ട ദിവസം ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാവാം. ആ പിൻവലിക്കപ്പെട്ട ദിവസം ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളാവാം. ഊഹാപോഹങ്ങളല്ല. അത് ശരിയല്ല. നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയരുത് എന്നുള്ളതാണ് എന്റെ ബോധ്യം. എനിക്കതിന് തെളിവില്ല. അങ്ങനെ തെളിവ് ശിവപ്രസാദ് തെളിവുണ്ടെങ്കിൽ മാത്രം സംസാരിക്കണം. അത് നമ്മൾ ഒരു ആരോപണമാണ്. ആ ആരോപണത്തിനെ സ്ഥിരീകരിക്കാൻ നമ്മുടെ എന്റെ കയ്യിലൊന്നുമില്ല. അത് തെറ്റാണ്. അങ്ങനെയാവുമ്പോൾ തെളിവ് പുറത്തുവിട്ടത് അതിപ്പോ എളുപ്പമാണോ കേട്ടോ ശിവപ്രസാദ്? എന്റെ ചോദ്യം, പയ്യന്നൂര് രക്തസാക്ഷി ഫണ്ട് മുഖ്യനെ പറ്റി പറയാം. നിങ്ങൾ പറഞ്ഞപ്പോ ഫണ്ട് മുഖ്യതിന്റെ പണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതാ തെളിവ്. ഫണ്ട് മുഖ്യതിന്റെ തെളിവ് പുറത്തുവിട്ടിട്ടുണ്ട്. അതാദ്യം പറയാം. ചേട്ടന്റെ കുഴിയിൽ ഞാൻ വീഴാൻ പോകുന്നില്ല ചേട്ടാ. എന്നെ എത്ര പ്രകോപിപ്പിച്ചാലും ചേട്ടന്റെ കുഴിയിൽ ഞാൻ വീഴാൻ പോകുന്നില്ല. പ്രകോപിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം CPM എന്ന് പറയുന്ന പാർട്ടി കള്ളന്മാരുടെ കൊള്ളക്കാരുടെ പാർട്ടിയാണെന്നറിയാം. ഇത് തെളിവ് വേണോ? കണ്ടോ? ആ, നന്നായി പറഞ്ഞു. തെളിവുണ്ട്. തന്റെ നേതാക്കന്മാർ മുഖ്യതിന്റെ തെളിവ് ഞാൻ പ്രകോപിപ്പിക്കാൻ വരുന്നില്ല. ശവന്തീനികൾ എന്ന് പറയുമ്പോൾ നിങ്ങളാണ്. RSSകാർ കൊലപ്പെടുത്തിയ ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് വിഡ്രോ ചെയ്തതിന് ശവന്തീനികൾ CPM-ആരാ? ഞാൻ പറയാം, ഞങ്ങളല്ല. ഞങ്ങൾക്ക് ആ പേറ്റന്റ് വേണ്ട. ഞങ്ങൾ അങ്ങനെ ഒരു പൈസ അങ്ങനെ വിഡ്രോ തെളിവ് അന്തസ്സുണ്ടെങ്കിൽ ആരോപണം തെളിവ് വെക്കണം. അന്തസ്സുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിട്. ഇനി ആങ്കറുടെ പണി ചെയ്യുന്നില്ലെങ്കിൽ പാനലിസ്റ്റ് ആയിട്ട് വിളിക്കരുത് ചർച്ചയ്ക്ക്. അദ്ദേഹത്തിന് മൈക്ക് ശിവപ്രസാദിനോട് ചോദ്യം ചോദിക്കുന്ന സമയമാണ്. ബാക്കി റജിൽ സംസാരിച്ച സമയത്ത് മറ്റാരും ഇടപെട്ടില്ല. അതൊരു മര്യാദയാണ്. ആ മര്യാദ പാലിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ശിവപ്രസാദ്, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ശിവപ്രസാദ് വന്നില്ല. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് വീടുകൾ കൈമാറാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് സർക്കാരിന് കഴിഞ്ഞില്ല? എല്ലാ മെഷീനറിയും സർക്കാരിന്റെ പക്കലുണ്ട്. അങ്ങനെ കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ഉദ്ഘാടനം നടത്തിയത്?
സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസും ഒരു ചോദ്യത്തിലൂടെ ആങ്കറും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വിശദമായി തന്നെ പറയാം. 402 ഗുണഭോക്താക്കളാണ് വീടിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് കണ്ടെത്തിയത്. അതിൽ 295 ഗുണഭോക്താക്കൾക്കാണ് വീട് വെച്ച് കൊടുക്കണം എന്ന് ഗവൺമെൻറ് കണ്ടത്. ബാക്കി 107 ഗുണഭോക്താക്കൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞത് അവർക്ക് വീട് വേണ്ടതില്ല, പൈസ മതി എന്നാണ്. അവർക്ക് 15 ലക്ഷം രൂപ വെച്ച് കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തു. ഇനി 295 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പാണ് അവിടെ വയനാട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു ടൗൺഷിപ്പ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്നത് സമഗ്രമായ ഒരു പ്രദേശത്തിൻ്റെ വികസനം കൂടി കണ്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടിനാണ്. അവിടെ വീട് മാത്രമല്ല വരുന്നത്, ആ വീടുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി സെൻ്ററുകൾ വരുന്നുണ്ട്, ആ വീടുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ആ വീടുമായി ബന്ധപ്പെട്ട് മറ്റ് കമ്മ്യൂണിറ്റി കേന്ദ്രങ്ങൾ വരുന്നുണ്ട്, അംഗനവാടികൾ വരുന്നുണ്ട്, റോഡുകൾ വരുന്നുണ്ട്, വാട്ടർ ടാങ്കുകൾ വരുന്നുണ്ട്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 178 വീടുകൾ പൂർത്തിയാക്കി. ആ വീടുകൾ പൂർത്തിയാക്കി താക്കോൽ കൈമാറുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ജില്ലാ ഭരണകൂടം ആ വീടിൻ്റെ ഗുണഭോക്താക്കളോട് കൃത്യമായി അറിയിച്ചത് വിഷുവിന് മുമ്പായി അവർക്ക് കയറി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്നാണ്. കാരണം ഈ സൗകര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണമായ ജീവിതത്തിലേക്ക് അവിടെ എത്താൻ കഴിയുന്നതാണ്. വീട് ഉയർന്നു എന്ന കാര്യത്തിൽ വീട് ഉയർന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കോ കേരളത്തിലെ പ്രതിപക്ഷത്തിനോ. വീട് ഉയർന്നു, അവിടെ വീട് പണി പൂർത്തിയായി, 178 വീടുകൾ കൈമാറാൻ തയ്യാറായി. അല്ല, മുസ്ലിം ലീഗ് അത് കൈമാറുന്ന ദിവസം തന്നെ മുസ്ലിം ലീഗ് ഒരു പ്രതിപക്ഷ സംഘടനയാണ്, അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അവർ ചെയ്തു, അവർ ഉദ്ഘാടനം എപ്പോൾ ചെയ്തു? ആ വീടുകൾ അവിടെയുള്ള മനുഷ്യർക്ക് കൈമാറുന്ന ദിവസമാണ് അത് ചെയ്തത്. ഇപ്പൊ സർക്കാർ എന്തിന് ഈ തിരക്കിട്ട് എന്തിന് ഉദ്ഘാടനം? പണി പൂർത്തിയായിട്ട് ചെയ്താൽ പോരെ? ഇപ്പം വിഷുവിനാണെങ്കിൽ ആ വിഷുവിന് ശരി ഒക്ടോബർ വരെ കരാറുണ്ട് ഒരാളെങ്കിലുമായി, മഴയ്ക്ക് മുൻപ് എന്നാണ് കെ രാജൻ പറഞ്ഞത്. ആ സമയത്ത് ഉദ്ഘാടനം ചെയ്താൽ പോരെ? 295 വീടല്ലേ പ്രിയപ്പെട്ട ആങ്കറെ ഗവൺമെൻറ് പണിയുന്നത്? ആ 295 വീട് അവിടെ ഒരു വേള പോലും വിശ്രമം എടുക്കാതെ ഊരാളുങ്കൽ പണിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ കാണുന്നതല്ലേ? ആ ഊരാളുങ്കൽ ആ പണിയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ അവർ നേരിട്ടാണത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാകുമ്പോൾ തന്നെ വീട് മാത്രം കൊടുക്കാനല്ലല്ലോ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്, ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിൻ്റെ എല്ലാ നിലയിലും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി അവിടുത്തെ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ അവിടുത്തെ ഒരു ഗുണഭോക്താവിനും ഒരു ആശങ്കയുമില്ലെന്ന് അടിയറ വിട്ട് ഞാൻ ഈ ചർച്ചയിൽ പറയാം. ഈ 195 ഏതെങ്കിലും ഒരു ഗുണഭോക്താവ് നിങ്ങളോട് പരാതി പറഞ്ഞു, നിങ്ങൾ കേട്ടോ? ഗവൺമെന്റ് പറഞ്ഞ വാക്ക് ശിവപ്രസാദ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഹരീഷ് വാസുദേവ്, ഇതിലിപ്പോൾ കോൺഗ്രസിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ജോയിന്റ് അക്കൗണ്ടിലുണ്ട് ഈ ശേഖരിച്ച പണം. ആ ജോയിന്റ് അക്കൗണ്ട് ഈ സത്യവാങ്മൂലത്തിൽ കാണിച്ചപ്പോൾ ഇല്ലായിരുന്നു. അതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അങ്ങനെ ആ സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ടതുണ്ടോ? തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ജനപ്രതിനിധികളായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ബാധ്യതകളും വെളിപ്പെടുത്തണം എന്നാണ് നിയമം. അത് സുപ്രീം കോടതി വിധിക്ക് ശേഷം പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ ചട്ടഭേദഗതി വന്നതിന് ശേഷം കൊണ്ടുവന്ന നിയമമാണ്. അങ്ങനെ വരുമ്പോൾ വ്യക്തികൾ അവർക്കുണ്ടാകുന്ന വ്യക്തിപരമായ ബാധ്യതകളോ വ്യക്തിപരമായി അവരുടെ അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്ന പണമോ ആണ് അതിനകത്ത് കാണിക്കേണ്ടത്. അപ്പം ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരുന്ന എല്ലാ പൈസയും കാണിക്കണം, ഏത് അക്കൗണ്ടിൽ ഏത് ബാങ്കിൽ കിടന്നാലും അത് കാണിക്കണം. പക്ഷേ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്കോ, ഞാൻ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കോ, ഞാനിവിടെ അഭിഭാഷക അസോസിയേഷൻ്റെ ഏതെങ്കിലും സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആ സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്ന നിലയ്ക്ക് ഞാനൊരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം സംഗതികളൊന്നും എൻ്റെ വ്യക്തിപരമായ പണമായിട്ടോ ബാധ്യതയായിട്ടോ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും സൊസൈറ്റീസിൻ്റെയോ ഏതെങ്കിലും രജിസ്ട്രേഡ് ഓർഗനൈസേഷൻസിൻ്റെയോ ഭാഗമായിട്ട് എൻ്റെ ബാധ്യതയോ എൻ്റെ കയ്യിൽ പണമോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ കഴിയുന്ന പണമോ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ കൊടുക്കണമെന്ന് നിലവിൽ ഒരു തരത്തിലുള്ള നിയമവും അനുശാസിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ KPCCയുടെയോ CPMൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ പ്രതിനിധിയായി കുറച്ച് പണം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാർട്ടി എന്നെ മാറ്റുന്ന ദിവസം ഞാൻ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞു. പുതിയൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം. ഒരു ആരോപണം വന്നാൽ സെക്രട്ടറിയെ മാറ്റാം പാർട്ടികൾക്ക്. അപ്പോൾ ആ പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റിയിൽ ഹോൾഡ് ചെയ്യുന്ന പൈസയെ സംബന്ധിച്ച് ഏതെങ്കിലും വ്യക്തികൾ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിലല്ല ഉണ്ടാവുക. മറിച്ച് ആ രാഷ്ട്രീയ പാർട്ടി മാർച്ച് 31 നമ്മളൊക്കെ കൊടുക്കുന്ന പോലെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ
ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ അകത്ത് അവർക്കൊരു എക്സംഷൻ ഉണ്ട്. അവരെ ഇൻകത്തിൻ്റെ പരിധിയിലല്ല പെടുത്തുക. ഇത്തരം ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണത്തിന് അവർക്ക് ഇൻകം ടാക്സിൽ നിന്ന് ഒരു എക്സംഷൻ ഉണ്ട്. ആ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി അവർ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിലാണ് ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ ഇന്ന ബാങ്കിൽ ഇത്ര രൂപ കിടക്കുന്നുണ്ട്, അത് സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയേണ്ടത്. അല്ലാതെ അത് ഇലക്ഷൻ ഇതിനകത്ത് വരേണ്ട കാര്യമല്ല. അത് ട്രാൻസ്പാരൻസിയുടെ പ്രശ്നമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇൻകം ടാക്സ് റിട്ടേൺ പരിശോധിച്ചാൽ അവരുടെ ഏതൊക്കെ അക്കൗണ്ടുകളിൽ എത്ര പണമുണ്ട് എന്ന് കാണാൻ കഴിയും. എന്നാൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അല്ലാതെ വ്യക്തിഗതമായി ആ സെക്രട്ടറി പോയി, ഇപ്പോൾ ശ്രീ വി ഡി സതീശനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ KPCCയുടെ പ്രസിഡന്റോ വ്യക്തി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പേരിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ വിവരങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് നിയമം. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് അതിഥികളിലേക്ക് മടങ്ങി വരാം. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ M. ശിവപ്രസാദ്, ഏറെക്കാലം നിങ്ങളുടെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന V. കുഞ്ഞികൃഷ്ണൻ ഇന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും അദ്ദേഹം ഇതേ ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഇത്തവണ ബാങ്ക് ട്രാൻസാക്ഷന്റെ തെളിവുകൾ, ആ ട്രാൻസാക്ഷൻ പേജ് സഹിതം വ്യക്തിഗത അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ മാറ്റി, ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിനെന്താണ് മറുപടി? കേരളത്തിനകത്ത് നിങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി നടന്നാൽ ആ ഗ്രാമപ്രദേശങ്ങളിലാകെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് എവിടെയാണ് കോൺഗ്രസ് വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി പിരിച്ച ഫണ്ട് എന്നാണ്. ആ ചോദ്യത്തിനെ ഒന്ന് മറികടക്കണം. കാരണം നന്നായി ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ ചോദ്യവും നേരിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ നല്ല ചുട്ട മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകാൻ കാത്തിരിക്കുന്നത് തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ തങ്ങളുടെ പാളയത്തിലേക്ക് നല്ല വശംവദനായി കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ മുൻ സഖാവിനെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ആരോപണം എന്ന പേരിൽ ബോംബ് എന്ന നിലയിലൊക്കെ അവതരിപ്പിച്ച് പൊട്ടിപ്പിക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPIനെയും നേരിടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ ബോംബൊക്കെ ആവിയായി പോകുമെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരാ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ആ പുറത്തു വന്ന അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ, കണ്ണൂരുകാരനാണ് ഇവിടെ ചർച്ചയ്ക്കകത്ത് വന്നിരിക്കുന്നത്, ആ പയ്യന്നൂരിൽ കോൺഗ്രസിനകത്ത്, ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആളില്ലാത്തതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്ത് നാളെ പിടിക്കാൻ നടക്കുന്നത്. പയ്യന്നൂർ പ്രദേശത്ത് കോൺഗ്രസിനകത്ത് ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ആ ബാങ്കിലൊന്ന് പോയി, കുഞ്ഞികൃഷ്ണൻ ജോലി ചെയ്ത ബാങ്കാണെന്നാണ് ഞാൻ കരുതുന്നത്, ആ ബാങ്കിലൊന്ന് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു തന്നേനെ. ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തിരക്കിയാൽ അറിയാം അതവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറിൻ്റെ അക്കൗണ്ടാണ്. അടുത്ത പാർട്ടി ഏരിയ സെക്രട്ടറിൻ്റെ അക്കൗണ്ടായി ഏരിയ സെക്രട്ടറി മാറി ഈ പറയുന്ന വിദ്വാൻ ഏരിയ സെക്രട്ടറി ആയപ്പോൾ ഈ വിദ്വാനും കൈകാര്യം ചെയ്ത അക്കൗണ്ടാണ്. ഈ വിദ്വാൻ ഇതുവരെ അക്കൗണ്ട് മാറ്റി കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിനും CPIഎമ്മിനും അദ്ദേഹം പറയുന്നത് ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക്, അതായത് ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ശിവപ്രസാദ് KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 2018 ജൂലൈ 9 മാറ്റിയെന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ആ രേഖകൾ കാണിക്കുന്നത്. അല്ല എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അറിവ് വെച്ചാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ. ഒരു കാര്യം മാത്രമേ എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ഈ രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞു, ഇപ്പോൾ ധനരാജേട്ടൻ്റെ രക്തസാക്ഷി ഫണ്ടെന്ന് പറഞ്ഞ് കണ്ണീര് കുടിക്കാൻ ഇടതുപക്ഷത്തേക്കാൾ വലിയ വീറോടെ കോൺഗ്രസ്സുകാരൻ ഇറങ്ങുമ്പോൾ ആ ധനരാജ് എന്ന് പറയുന്ന മനുഷ്യനെ RSSകാർ കൊലപ്പെടുത്തിയപ്പോൾ ഒരു വാക്കുകൊണ്ട് അപലപിക്കാൻ തയ്യാറാവരാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ? ഇന്ന് കുഞ്ഞികൃഷ്ണനെയും പൊക്കിയെടുത്ത് കോൺഗ്രസ്സുകാർ നടക്കുമ്പോൾ ആ കുഞ്ഞികൃഷ്ണന് മനസ്സിലാക്കണം, അന്ന് ധനരാജിനെ RSSകാർ കൊലപ്പെടുത്തിയപ്പോൾ ഇപ്പുറത്ത് നിന്ന് കൈയടിച്ചവരുടെ ചട്ടകമായിട്ടാണ് ഈ പറയുന്ന മഹാൻ മാറിയിരിക്കുന്നത്. രക്തസാക്ഷികളെ പറ്റി ഇടതുപക്ഷത്തെ പഠിപ്പിക്കുക ഇറങ്ങിയിരിക്കുക. കഴിഞ്ഞ ഒരു തൃശ്ശൂർ സമ്മേളനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക, 567 കുടുംബങ്ങളിൽ നിന്ന് ഈ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് രക്തസാക്ഷികളുടെ ദീപശിഖയും പേറിയിട്ടാണ് CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഞങ്ങളുടെ സഖാക്കൾ എത്തിയത്. ആ 567 കുടുംബങ്ങളിൽ നിന്നാണ് ഞങ്ങൾ രക്തസാക്ഷിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദീപശിഖ കയറിയത്. ആ 567 കുടുംബങ്ങൾക്കും ഞങ്ങളെ വിശ്വാസമാണ്. ഈ കേരളത്തിലെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ CPIഎം. നിങ്ങൾക്കൊരു രക്തസാക്ഷി കുടുംബത്തെ കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരു വാക്ക് സംസാരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് കഴിയാത്തത് ഇടതുപക്ഷം അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ടാണ്. കൊന്നോറ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ പയ്യന്നൂരിലെ ധനരാജനെ പറ്റി മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തളിപ്പറമ്പിൽ ധീരജിൻ്റെ കുടുംബം അവിടെ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരനായ പ്രിയപ്പെട്ട രാജേന്ദ്രേട്ടൻ, ആ രാജേന്ദ്രേട്ടൻ്റെ മകനെ പൈനാപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ കുത്തി കൊലപ്പെടുത്തിയിട്ട് പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ ചേട്ടാ, നിങ്ങളുടെ കണ്ണൂരെ മലപ്പട്ടത്ത് വിളിച്ച മുദ്രാവാക്യം ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നാണ്.
അറബിക്കടലിൽ ധീരജിനെ കുത്തിയകത്തി താഴ്ത്തിയിട്ടില്ലെന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് CPM പ്രകോപിപ്പിക്കാൻ വരിക. നിങ്ങൾ രക്തസാക്ഷികളെ പറ്റി ഞങ്ങളെ പഠിപ്പിക്കേണ്ട സാർ. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് രക്തസാക്ഷികളെ ആവേശപൂർവ്വം അനുസ്മരിക്കുന്നവരും രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്നവരുമാണ്. അവരെ കൊന്നവരുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരുമുണ്ട്, ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് അറിയാം. അവരെ കൊന്നവരുടെ കൂട്ടത്തിൽ RSSകാരുണ്ട്, ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് അറിയാം. അവർ മനോവേദനയോടെ രക്തസാക്ഷിത്വം അനുസ്മരിക്കുമ്പോഴും നിങ്ങൾക്കെതിരായ മുദ്രാവാക്യത്തെയാണ് രാഗിമിനിക്ക് ഈ കേരളത്തിനകത്ത് കൊണ്ടു നടക്കുന്നത്. അവര് നിങ്ങൾ ഈ പറയുന്ന ഗിമ്മിക്കിന് മുന്നിൽ കേരളത്തിനകത്ത് ഇടതുപക്ഷക്കാർ പുറത്തുവിട്ട അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ 20,299 എന്ന് പറയുന്ന ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ 5 ലക്ഷം രൂപ 2018 ജൂലൈ 9 റൂറൽ ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മാറ്റിയത്. ശിവപ്രസാദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ട് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണോ? എന്താണ് അങ്ങനെയല്ല എന്നാണോ കോൺഗ്രസ് പറയുന്നത്? ശ്രീമതി ആര്യ വളരെ കൃത്യമാണ്. അത് KP മധുവിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ പേരിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്നത് പോലെയല്ലല്ലോ അദ്ദേഹം ആധികാരികമായി തെളിവോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാത്ത ഒരു വ്യാജ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു റെസീറ്റ് അക്കൗണ്ട് അവതരിപ്പിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ്. ആ ഇൻറ്റഗ്രിറ്റി അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ ഇവിടെയുള്ള മാതൃഭൂമി ലേഖനോട് വിളിച്ചു ചോദിച്ചാൽ മതി ഏത് അക്കൗണ്ടാണ്. ഇപ്പോൾ സഹക്കന്മാർ പുതിയ ക്യാപ്സ്യൂളുമായി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ വലിയ വാചാടോപത്തോടു കൂടി വാചാലനായി സംസാരിച്ചു SFIയുടെ നേതാവ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, അവനവന് വേണ്ടിയല്ലാതെ അവരന് ചുടിരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. നിങ്ങളുടെ പാട്ടാ, നിങ്ങളുടെ കവിതയാ അല്ലേ? കൂത്തുപറമ്പിൽ 5 ആളുകളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ ആ വെടിവെച്ച് കൊന്ന ആൾ ഇന്ന് കേരളത്തിൽ DGPയാണ്. അല്പം നട്ടെല്ലിന് ബദൽ വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ പിണറായി വിജയനോട് പറയണമായിരുന്നു. നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ഫോഴ്സ് ഇരിക്കുന്ന ഒരാളെ ഇവിടെ DGP ആക്കാൻ പാടില്ല എന്ന് നട്ടെൽ ഉയർത്തി പറയണം SFI നേതാവ്. പറഞ്ഞില്ലല്ലോ. ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞ അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞ് ആ അഭിമന്യുവിൻ്റെ പിരിച്ച പണത്തിൻ്റെ കണക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്താ നിങ്ങളിപ്പോൾ ഏർപ്പാടെന്ന് നാട്ടിലെ ജനങ്ങൾക്ക്? അതുകൊണ്ട് രക്തസാക്ഷികളെ കുറിച്ച് അധികം നിങ്ങൾ വാചാലനാവേണ്ട. അവരെ പണം വിറ്റ്, അവരെ കണ്ണീര് വിറ്റ് ഈ നാട്ടിനകത്ത് മുന്നോട്ട് പോകുന്നവർ അവസാനം അവരെ പണം കക്കുന്നവരാണ്. ധനരാജ് എന്ന് പറയുന്ന സഖാവിൻ്റെ പണം 48 ലക്ഷത്തോളം രൂപ കട്ടത് CPMൻ്റെ MLA ആണ്. ആ MLAയുടെ തെളിവോടുകൂടിയാണ് ഈ പുറത്ത് വന്നത്. ആ പുറത്ത് വന്നിട്ട് ആ തെളിവ് പറഞ്ഞ ആൾ നിങ്ങൾ പുറത്താക്കി, കള്ളനെ നിങ്ങൾ MLA ആക്കി. നാണമുണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾ ധനരാജ് കൊല്ലപ്പെട്ടവ കൈയടിച്ചിട്ടില്ല. RSSകാരാൽ കൊല്ലപ്പെട്ട ആളുകൾ ആരായാലും അതിന് കൈയടിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അങ്ങനെ നിലപാടെടുത്തില്ല. നിങ്ങളും ഞങ്ങളെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതൊന്നും മറന്നു പോകണ്ട. ആ നിങ്ങൾ കൊന്നു തള്ളിയ രക്തസാക്ഷികളുടെ ഓർമ്മകൾ വിതമ്പിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സഹപ്രവർത്തകർ സുഹൈബ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നവസാനിപ്പിച്ച പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് നിങ്ങൾ ഈ രക്തസാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കണം. ആ രക്തസാക്ഷിയുടെ ഫണ്ട് മുക്കിയവർ യഥാർത്ഥത്തിൽ ശവന്തീനികൾ നിങ്ങളാണ് എന്നുള്ളത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ പിന്നെയെങ്കിലും ആര്യ അത് ചോദിച്ചത് നന്നായി. പിന്നെ ഒറ്റ കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, കൽപ്പറ്റയിൽ നിങ്ങളെ മാതൃഭൂമി ഉടമയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കൊണ്ടാണ് ഈ ചർച്ച ഈ രൂപത്തിലാക്കിയതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം വയനാട് മാത്രം കൽപ്പറ്റ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും കൽപ്പറ്റയുടെ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമാണോ? ആ അക്കൗണ്ട് നമ്പർ ഞാനല്ലേ റെജിൽ പറഞ്ഞത്? റെജിലാണോ പറഞ്ഞത്? അല്ലല്ലോ. ആ തീയതി ആരാണ് പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? റെജിൽ പറയുന്ന നിമിഷം കണ്ടെത്തുകയാണോ? അല്ല, റെജിൽ പറഞ്ഞ സമയത്ത് ഞാൻ ആ ചോദ്യം ചോദിച്ച സമയത്ത് വയനാട്ടിലെ പ്രശ്നം ആ സമയത്ത് ഞാൻ റെജിലിനോട് കോടികളുടെ കണക്ക് ചോദിച്ചില്ല. ഇത് മുക്കി എന്നുള്ളൊരു ആരോപണമേ എനിക്കില്ല. ഞാൻ ചോദിച്ചത് ആദ്യത്തെ എന്റെ ചോദ്യം അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയോ എന്നാണ് ഞാൻ റെജിലിനോട് ചോദിച്ചത്. അതിലാണ് റെജിൽ പ്രകോപിതനായത്. അതവിടെ തുടങ്ങിയോ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. അല്ല, തുടങ്ങാനുള്ള കാലതാമസം എന്തായിരുന്നു അത് പറഞ്ഞാൽ മതി. അതിപ്പോ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പ്രതീക്ഷ വെച്ചിരുന്നു, ശരി, അത് ഉണ്ടായില്ല, എന്നാൽ അത് പറഞ്ഞാൽ മതി. അതിന് വെറുതെ ഇത് കൈരളി TV ആണ് അല്ലെങ്കിൽ എന്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? ഞാൻ ചോദിച്ചത് അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയോ? ആ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയോ ഞാൻ ചോദിക്കണ്ടേ? അല്ല, റെജിൽ ഞാൻ ചോദിക്കണ്ടേ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ വയനാട് റെജിലിനോട് പറഞ്ഞിരുന്നോ? വയനാട് ഞാൻ റെജിലിനോട് പറഞ്ഞിരുന്നില്ലേ? ഇത് നമ്മൾ വെറുതെ പ്രകോപിതനാവുകയാണ് റെജിൽ. ഞാൻ വയനാടിന്റെ കാര്യം കൃത്യമായി റെജിലിനോട് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ചോദിക്കുന്നു, കുഞ്ഞികൃഷ്ണൻ പൊതു സ്വതന്ത്രനായി നിങ്ങൾ ചോദിച്ചല്ലോ. അവസാനിപ്പിക്കാം. അല്ലല്ല,
എന്റെ ഒറ്റ ചോദ്യം കൂടി ഉണ്ട് അവിടെ. ഞങ്ങൾ അവിടെ സർക്കാർ വീടെടുത്തു കൊടുത്തെങ്കിൽ പൂർണ്ണമായി വീടെടുത്ത് കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക് പൂർണ്ണമായി അവിടെ കയറിക്കൂടാനുള്ള ചാവി നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഈ വന്ന ഫണ്ടും മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണവും ഒരു വീടിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ ചെലവഴിക്കുമെന്ന് പറഞ്ഞ് എത്ര ലക്ഷം രൂപയുടെ വീടാണ് അവിടെ എടുത്തു കൊടുത്തത് ഉൾപ്പെടെ ഏതായാലും പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയുസ് ഈ 9-ാം തീയതി ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുക. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ കണക്ക് ഉൾപ്പെടെ കേരളത്തെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരും. ഊരാളെങ്കിലിനെ വെച്ച് നടത്തിയ കോടാനുകോടി തട്ടിപ്പ് അതുമാത്രമല്ല, ഇപ്പോ അവിടെ ചാവി കൊടുത്തതിന് ശേഷം അവിടെ ഒരു പണിയും നടക്കുന്നില്ല എന്നാ അവിടുത്തെ ഭൂരിഭാഗം തൊഴിലാളികൾ അവിടെ മാറ്റിയെന്നുള്ളതാ വാർത്ത വന്നിട്ടുണ്ട്. എന്തേ വരാൻ കാരണം? തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഉദ്ഘാടനം നടത്തിയത്. അവിടെ ഇപ്പൊ നിങ്ങൾ ഉദ്ഘാടന സമയത്ത് നടത്തിയതുപോലെയുള്ള പണി അവിടെ നടക്കുന്നുണ്ടോ? നടക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആ വന്ന പണവും ചെലവഴിച്ച പണവും ഒരു വീടിൽ നിങ്ങൾ ചെലവാക്കിയ പണം എത്രയാണെന്ന് നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കും. ഒരു തർക്കവും വേണ്ട. നിങ്ങൾ വലിയ അഴിമതി അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഈ അമ്പലക്കള്ളന്മാരും ഈ രക്തസാക്ഷി കള്ളന്മാരും ഈ ഫണ്ട് മുക്കികളും ഇവിടെ വന്നിട്ട് കോൺഗ്രസ് അവിടെ വീടുണ്ടാക്കി പണം പിരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ മനസ്സുമില്ല. തെളിവ് വേണം. ഞാൻ വരാം. ശ്രീ ഹരീഷ് വാസുദേവൻ, തെരഞ്ഞെടുപ്പിന് ഇന്നേക്ക് 10-ാം ദിവസം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ഈ കണക്കുകൾ ഇപ്പം ഒരു ഭാഗത്ത് രക്തസാക്ഷി ഫണ്ട്, മറുഭാഗത്ത് ഈ വയനാട്ടിൽ പിരിച്ച പണത്തിനെ കുറിച്ച് ഇതൊക്കെ ആളുകൾ ഒരു ട്രാൻസ്പെറൻസി, ഒരു സുതാര്യത, കുറെ നമ്മൾ പുരോഗമിച്ചു, കേരളം ഏറെ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി വരണ്ടേ ഈ കണക്കുകളുടെ കാര്യത്തിൽ? കേവലമായിട്ടുള്ള ട്രാൻസ്പെറൻസിയുടെ പ്രശ്നമല്ല ഇതിനകത്തുള്ളത്. നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് പോയി ഭരിക്കാൻ സമയമോ സാഹചര്യമോ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നു. നിയമനിർമ്മാണത്തിനാണ് തിരഞ്ഞെടുക്കുന്നത്. നിയമനിർമ്മാണത്തിൻ്റെ ഒപ്പം പോളിസി തീരുമാനങ്ങളും എടുക്കണം. ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ് എടുക്കേണ്ടത്. അവിടെ പോകുന്ന MLA-മാർക്ക് വേണ്ടി മാത്രമല്ല, അതിൻ്റെ പുറത്തുള്ള ഓരോ MLA-യും റെപ്രസെൻ്റ് ചെയ്യുന്ന തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ അയക്കുകയാണ്. നമ്മൾ ജുഡീഷ്യറിയിലേക്ക് ഒരു ജഡ്ജിയെ അയക്കുന്നത് പോലെ അത് സെലക്ഷൻ അല്ല, അത് മറ്റൊരു പ്രോസസ്സാണ്. പക്ഷേ ഇതൊരു എലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ് വേണ്ടത് ട്രസ്റ്റാണ്, വിശ്വാസമാണ്. ആ വിശ്വാസം ജനങ്ങളുടെ ആർജിക്കുന്ന ആൾ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികൾ മാത്രമേ അധികാരത്തിൽ വരാൻ പാടുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകളുടെ വിശ്വാസം ആർജിക്കുക എന്നാണ് പ്രധാനം. ഇവിടെ ട്രസ്റ്റിന് ആദ്യം വേണ്ടത് നമ്മൾ പറഞ്ഞ വാക്കിന് വിലയുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും അവർ പറയുന്ന കാര്യത്തോട് വിലയുണ്ടായിരിക്കുക, അതിനോട് അക്കൗണ്ടബിൾ ആയിരിക്കുക. ഇല്ലെങ്കിൽ ആളുകൾ ചോദ്യം ചോദിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പിരിച്ചെടുക്കുന്ന പൈസയുടെ കണക്ക് എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുക്കുന്ന പണം മാത്രമല്ല, അവരുടെ അണികളിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കുന്ന പണം മാത്രമല്ല, എല്ലാ തരം പിരിവുകൾക്കും വിശ്വാസ്യത ഉണ്ടായിരിക്കണം. അവർ പറയുന്നതിനോട് നീതി പുലർത്താൻ കഴിയണം. സർക്കാരുകൾക്ക് ഈ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. സർക്കാരുകൾ പറയുന്ന വാക്കോ ചെയ്യുന്ന പ്രവൃത്തിയോ അത് പൂർണ്ണമായി സുതാര്യവും സത്യസന്ധവുമായി ചെയ്തില്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഈ നാട്ടിലുണ്ട്. ഏത് പൗരനും കോടതിയിൽ പോയാൽ അതിൻ്റെ കണക്കുകൾ കിട്ടും. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരായാലും മന്ത്രിയായാലും മന്ത്രിസഭയായാലും ഒക്കെ പിൽക്കാലത്ത് കേസ് നേരിടേണ്ടി വരും. അതുകൊണ്ട് അത് അക്കൗണ്ടബിൾ ആണ്, സ്വതവേ അക്കൗണ്ടബിൾ ആണ്. 10 രൂപ കൊടുത്തൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്താൽ ഇതിൻ്റെ രേഖകൾ കിട്ടും. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ അക്കൗണ്ടബിൾ അല്ല, അങ്ങനെ അക്കൗണ്ടബിൾ ആവുന്നുമില്ല. അവർ പിരിക്കുന്ന പണത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ ചോദിച്ചാൽ നിങ്ങൾ പിരിച്ചപ്പോൾ നിങ്ങളുടെ പണം പോയില്ലേ, പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പണം എന്തിനാണ് ചോദിക്കുന്നത് എന്ന ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ എന്ന വാട്ടബോട്ടറി എന്നാണ് അതിന് പറയുന്നത്. ഒരു നല്ല ചർച്ചയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ് വാട്ടബോട്ടറി എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി മറുചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അക്കൗണ്ടബിൾ ആവേണ്ടത്? അവർ വയനാട് പോലൊരു വിഷയത്തിൽ പണം പിരിച്ചാൽ ആ പണം എത്ര പിരിച്ചു, അത് ആരുടെ അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ആ പണം എപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയണം. അതൊരു സ്വന്തം പാർട്ടിയിലെ ഒരു കൊല്ലപ്പെട്ട ഒരു സഖാവിനെ സഹായിക്കാനാണെങ്കിലും വയനാട് പോലുള്ളൊരു പൊതു ഇഷ്യൂവിൽ വീട് വെച്ചു കൊടുക്കാനാണെങ്കിലും പൊതു ആവശ്യങ്ങൾ പറഞ്ഞ് ബക്കറ്റ് പിരിവിലൂടെ ആയാലും അല്ലാതെ ആയാലും നടത്തുന്ന പിരിവിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുണ്ടായിരിക്കണം. അത് ജനങ്ങളോട് പറയണം. അപ്പോഴാണ് അത് ട്രാൻസ്പാരന്റ് കൂടിയാവുന്നത്. ഈ ട്രാൻസ്പാരൻസിക്ക് മുമ്പ് ഞാൻ പറയുന്ന അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നം, വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. ഇത്ര രൂപ പിരിച്ചെടുത്തു, ഇന്നതാണ് അതിൻ്റെ കണക്ക്,
അപ്പോൾ അത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുകയോ അല്ലെങ്കിൽ കണക്കേ കാണുന്നില്ല, പണമേ കാണുന്നില്ല എന്ന് പറയുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ഉണ്ടാവും. കാരണം ഈ ചെറിയ പണം സുതാര്യമായി കൈകാര്യം ചെയ്യാത്ത ആളുകൾക്കാണോ തങ്ങൾ ഈ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്ന ചോദ്യം, ഞാൻ വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യം സാധാരണക്കാരൻ ചോദിക്കും. അവിടെ വയനാട്ടിലെ സംഭവത്തിൽ എൻ്റെ വ്യക്തിപരമായ ഇതുവരെയുള്ള മാധ്യമങ്ങൾ ചർച്ചകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വിശ്വാസം, ഓരോ കോൺഗ്രസ് നേതാവും ഓരോ അഭിപ്രായവും ഓരോ ദിവസവും ഓരോ ആൻസറും പറഞ്ഞ് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരുടെ അക്കൗണ്ടിൽ എത്ര പണം കിട്ടി എന്നതിനെ സംബന്ധിച്ച് ഒരു കണക്കും പറഞ്ഞിട്ടില്ല. അത് പൊതുവെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ പിരിവിനെ സംബന്ധിച്ച് പറയാറില്ല. അത് പറയാത്തത് പ്രത്യേകിച്ച് ഇപ്പൊ പയ്യന്നൂരിന്റെ കോണ്ടാക്ട് വരുമ്പോൾ നിങ്ങൾ കണക്ക് പറയുന്നില്ലല്ലോ എന്ന് CPM-നോട് ചോദിക്കുകയല്ല വേണ്ടത്. CPM-നെതിരായ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം, അതിന്റെ കണക്കുകൾ പുറത്തുവിടണം, വ്യക്തിപരമായി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് പറയണം. പക്ഷെ കോൺഗ്രസിന്റെ കാര്യത്തിൽ, വയനാടിന്റെ പിരിവിന്റെ കാര്യത്തിൽ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പല പ്രസ് ക്ലബ്ബുകളിൽ ചോദിച്ചിട്ടും ഏറ്റവും താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെയുള്ള ആളുകൾക്ക് അതിന് കൃത്യമായി ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ട്രാൻസ്പാരൻസി ഇല്ലായ്മയേക്കാൾ കൂടുതൽ അവരുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. ഇവരെയാണോ നമ്മൾ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം സാധാരണക്കാർക്കുണ്ടാവും. കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒഴിഞ്ഞു പോക്കോ ഒഴിഞ്ഞു മാറലോ അല്ലെങ്കിൽ മറുചോദ്യം ചോദിക്കലോ അല്ല. ശരി, എം ശിവപ്രസാദ്, ഇപ്പം ഈ പയ്യന്നൂരിലെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കുഞ്ഞികൃഷ്ണൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകരോ അല്ല CPM നേതാക്കളുടെ മറുപടി ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ ഞങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്തിക്കോളാം എന്നുള്ളതാണ്. അതിലും ഈ അക്കൗണ്ടബിലിറ്റിയുടെ ഈ ട്രാൻസ്പാരൻസിയുടെ പ്രശ്നമില്ലേ? അതിപ്പം കോൺഗ്രസ് പറയുന്നു ജോയിന്റ് അക്കൗണ്ടിലുണ്ടെന്ന്, സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ട സാങ്കേതികത്വമായി അത് സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ടതില്ല. അപ്പോൾ അവരെത്ര പിരിച്ചു? അവർ വീട് വെച്ച് കൊടുത്തിട്ടില്ല, ഭാവിയിൽ വീട് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അന്ന് അക്കൗണ്ടബിൾ ആയാൽ മതി. അല്ലെങ്കിൽ ഇന്നപ്പം ഈ നിമിഷം മറു ചോദ്യം വരുന്നത് ഇതേ ഫണ്ട് വിഷയത്തിലാണ്. രക്തസാക്ഷി കുടുംബത്തെ സഹായിക്കാൻ CPM പിരിച്ച ഒരു രൂപ പോലും അന്യാധീനമായി പോയിട്ടില്ലെന്നും അത് കൃത്യമായി തന്നെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെന്നും വളരെ കൃത്യമായി CPM-ൻ്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി മുതൽ അവിടുത്തെ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെയുള്ള സഖാക്കൾ ഈ കേരളത്തോട് കൃത്യമായി വിശദീകരിച്ചതാണ്. ആ വിശദീകരണത്തിന് മുകളിൽ മറ്റൊരു വിശദീകരണം ആ കാര്യത്തിൽ വേണമെന്ന് കേരളത്തിനകത്തെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും കരുതുന്നില്ല. കാരണം അങ്ങനൊരു തുക CPM-ൻ്റെ കയ്യിൽ നിന്ന് ദുരുപയോഗപ്പെടില്ല എന്നത് കേരളത്തിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇത്രയും നാൾ കാത്തുസൂക്ഷിച്ചതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ എല്ലാ കാലത്തും മനുഷ്യർ ഹൃദയത്തിലേറ്റിട്ടുള്ളതെന്ന് ഒരു സംശയമില്ലാതെ ഞാൻ പറയുകയാണ്. ഇവിടെ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ പ്രിയപ്പെട്ട ഹരീഷ് ചേട്ടൻ പറഞ്ഞത് വിശ്വാസ്യതയെ പറ്റിയാണ്. എന്താണ് വിശ്വാസ്യതയുടെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം? രണ്ട് ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ ചർച്ച അവസാനിപ്പിക്കുക. ഒന്നാമത്തെ ഉദാഹരണം, പ്രളയ സമയം ഓർമ്മയുണ്ടോ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക്? പ്രളയ സമയത്ത് ഈ കേരളത്തിലെ മനുഷ്യരോട് കോൺഗ്രസ്സുകാർ പറഞ്ഞത് 1000 വീട് വെച്ച് കൊടുക്കുമെന്നാണ്. KPCC പ്രസിഡന്റ് മാറുമ്പോൾ കസേരയിലിടുന്ന തുണി മാറുന്ന പോലെയല്ലേ കോൺഗ്രസ്സുകാരൻ നയം മാറ്റിയത്? 1000 വീട് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ച, MM ഹസൻ പ്രഖ്യാപിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചപ്പോൾ 1000 500ആയി. ആ 500 വീടിനെ പറ്റിയുള്ള അഡ്രസ്സ് പിന്നെ ഈ കേരളത്തിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതേപോലൊരു പ്രഖ്യാപനം 2022 സഖാവ് കോടിയേരി നടത്തി. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ 2000 വീട് CPM വെച്ച് കൊടുക്കുമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഗോവിന്ദ മാഷോട് ചോദ്യം ചോദിച്ചു, മാഷെ കോടിയേരി പ്രഖ്യാപിച്ച വീട് എവിടെയെന്ന്. കോടിയേരി മരിച്ചുപോയി എന്നല്ല ഗോവിന്ദ മാഷ് പറഞ്ഞ ഉത്തരം. ഞങ്ങളുടെ ആദരണീയനായ നേതാവ് സഖാവ് കോടിയേരി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാത്തപ്പോഴും അദ്ദേഹം നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി 1946 വീട് വെച്ച് കൊടുത്ത് പൂർത്തീകരിച്ചതിൻ്റെ കണക്ക് ജില്ല തിരിച്ച് പ്രസന്റ് ചെയ്ത പാർട്ടി കേരളത്തിലെ CPIM ആണ്, ഇടതുപക്ഷമാണ്. എവിടെ കോൺഗ്രസിൻ്റെ വീട്? രണ്ടാമത്തെ ഉദാഹരണം, മുണ്ടക്കൈ വയനാട് ദുരന്തത്തെ ബന്ധിപ്പിച്ച് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ കേരളത്തോട് പ്രഖ്യാപനം നടത്തി, ടൗൺഷിപ്പ് കൊടുക്കും, ടൗൺഷിപ്പിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് പൂർത്തിയാക്കപ്പെടുകയാണ്. നമ്മൾ ഈ 1.5 വർഷത്തിനിപ്പുറം ചർച്ച ചെയ്യുമ്പോഴും ന്യായമായി ഞാൻ ആവർത്തിച്ച് പലപ്പോഴും ചോദിക്കാൻ തയ്യാറൊന്നുമില്ല. ഈ ചർച്ച ഇപ്പം ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ കോൺഗ്രസിന് കൈകൊടുത്ത് പിരിയാൻ ഈ ചർച്ചയിൽ തയ്യാറാണ്. ഒറ്റ ഉത്തരം കോൺഗ്രസിൻ്റെ ഏട്ടം പറഞ്ഞാൽ മതി. വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാരൻ ആപ്പ് ഉപയോഗിച്ച് എത്ര രൂപ പിരിച്ചു? ആ പിരിച്ച പൈസ ഏത് അക്കൗണ്ടിൽ? എത്ര രൂപ പിരിച്ചു? ആ പിരിച്ച പൈസ ഏത് അക്കൗണ്ടിൽ? എത്ര രൂപ പിരിച്ചു? ആ പിരിച്ച പൈസ ഏത് അക്കൗണ്ടിൽ? വർഷങ്ങളായി 1.5 വർഷം കൊണ്ട് കേരളം ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ട് നട്ടെല്ലിന് ബലമുള്ള ഒരു നേതാവ് നിവർന്നു നിന്ന് ഇത്ര രൂപയാണല്ലോ ഞങ്ങൾ പിരിച്ചത്, ഇത്ര രൂപ ഞങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിക്കാൻ, തിരിച്ചു പറയാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരനാവുന്നുണ്ടോ? പിന്നെ എന്ത് ക്രെഡിബിലിറ്റി? പിന്നെ എന്ത് വിശ്വാസ്യത? പിന്നെ എന്ത് രാഷ്ട്രീയ പാർട്ടി?
ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടി. ജനങ്ങളോട് അക്കൗണ്ടബിളായ രാഷ്ട്രീയ പാർട്ടിക്ക് അക്കൗണ്ടിൽ പിരിച്ച പൈസ എത്രയെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഗതികേടോ നിന്റെ പേരെ കോൺഗ്രസ് എന്നല്ലാതെ മറ്റെന്താണ് കേരളത്തിലെ മനുഷ്യർ ചോദിക്കേണ്ടത്? പിന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം രുചിൽ മാക്കുറ്റി പറഞ്ഞത്, ഗവൺമെന്റ് എന്ത് ചെയ്തു? പിരിച്ച പൈസ മുഴുവൻ CMRDF-നകത്ത് കിടക്കുകയല്ലേ. കണക്ക് സമയം തന്നാൽ പറഞ്ഞ് പൂർത്തിയാക്കാൻ എനിക്കൊരു മടിയില്ല. ഞാൻ വിശദമായ കണക്കിലേക്കൊന്നും പോകുന്നില്ല. ആങ്കർ അനുവദിച്ചാൽ ഒറ്റ കണക്ക് ഞാൻ മാത്രം പറയാം. ഈ കേരളത്തിനകത്ത് ദുരന്തമുണ്ടായത് ജൂലൈ മാസം 30-ാം തീയതിയാണ്. ആ ജൂലൈ മാസം 30-ാം തീയതി മുതൽ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യനും വീട് നഷ്ടപ്പെട്ടവർക്ക് വാടക വീട് എടുത്തു കൊടുത്ത് താമസിക്കുകയാണ്. ചെലവാക്കി എത്രയാണെന്നറിയോ? കഴിഞ്ഞ മാസം വരെ 61,65,56,200 രൂപ. ജീവിത വരുമാനം നഷ്ടപ്പെട്ടവർക്ക് 300 രൂപ വീതം എല്ലാ മാസവും എല്ലാ ദിവസവും 300 രൂപ വീതം കൊടുക്കുകയാണ്. ചെലവാക്കിയ തുക എത്രയാണെന്നറിയോ? 17,77,28,000 രൂപ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കൊടുത്തു. 298 പേർ അവർ ആശ്രിതർക്ക്, 32 പേരെ കാണാതായി. അവർ ആശ്രിതർക്ക് കൊടുത്ത തുക 13,02,90,000 രൂപ. മരണാനന്തര ചടങ്ങുകൾക്ക് അവിടെ മരിച്ച മനുഷ്യർക്ക് വേണ്ടി ചെലവാക്കിയത് 14,40,000 രൂപ. 37 കുഞ്ഞുങ്ങൾ, അവിടെ ഗുരുതരമായി പരിക്കേറ്റ 37 പേരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ചെലവാക്കിയത് 18,86,000 രൂപ. അവിടെ CMRDF നിന്ന് കുട്ടികൾ കുട്ടികൾ നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി 17 പേർക്ക് 1,70,000 രൂപ, 1,70,00,000 രൂപ. ഈ വീട് എടുക്കാൻ വേണ്ടി, സ്ഥലം കണ്ടെത്താൻ വേണ്ടി 44,33,60,643. സമയമില്ലാത്തതുകൊണ്ട് എല്ലാ കണക്കിലേക്കും പോകുന്നില്ല. ഒരു പുനരധിവാസ പ്രവർത്തനം ഏറ്റെടുത്ത ഒരു BJP-യുടെയോ കോൺഗ്രസിന്റെയോ ഗവൺമെന്റിനെ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ വർത്തമാനം കോൺഗ്രസ് തയ്യാറാണോ? അല്ല, എൻ്റെ ഒറ്റ ചോദ്യം, എത്ര കോടി രൂപ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്? എത്ര കോടി വന്നിട്ടുണ്ട്? ആ വീട്, നിങ്ങൾ ഒരു വീടിന് എത്ര ലക്ഷം രൂപയുടെ വീടാണ് നിങ്ങൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത്? ആ വീടിന്റെ കറക്റ്റ് എസ്റ്റിമേറ്റ്, ഒരു വീടിന്റെ കണക്ക് നിങ്ങൾ പറ. നിങ്ങൾ വീട് എടുത്തു കൊടുത്തു പറയുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞ കണക്ക്, നിങ്ങൾ പലപ്പോഴും പല കണക്കുകളാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരു വീടിന് ടോട്ടൽ, ആ വീടിന് എത്ര എസ്റ്റിമേറ്റ് ആയി, അതിൻ്റെ വർക്ക് പൂർത്തിയായി, ചാവി കൊടുക്കാൻ നിങ്ങൾ എത്ര പണം ചെലവഴിച്ചു നിങ്ങൾ പറയണം. അതിനകത്ത് നിങ്ങൾ പറഞ്ഞ പണം ആണോ അതിനകത്ത് ചെലവഴിച്ചത് എന്ന് അന്വേഷിക്കാൻ ഏതായാലും സ്വാഭാവികം കൊടുത്താൽ അത് അന്വേഷിക്കും. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന, ഞാൻ ആധികാരികതയോട് പറയുന്നു, ഈ ഊരാളങ്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ രൂപത്തിൽ സ്കാം അതിനകത്ത് നടത്തിയിട്ടുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെടും. അത് റിസൾട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് കാണാം. ഇതേപോലെ ചർച്ചയിൽ നമുക്കിരിക്കാം. പിന്നെ ഒരു കാര്യം, 2 കാലിൽ മന്തുള്ളവൻ ഒറ്റക്കാലിലെ മന്താന്ന് വിളിക്കുന്ന പോലെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ രക്തസാക്ഷികളുടെ ഫണ്ട് കൃത്യമായി കൈകാര്യം ചെയ്ത ആളാണ്. എന്താ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? ബഹുജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണമാണ്, അത് പാർട്ടിക്കാരെ മാത്രം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. പാർട്ടി പിരിക്കുന്ന ഫണ്ട് അത് പുറത്ത് പറയാറില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ്. അത് തന്നെയാണ് ഗോവിന്ദൻ മാഷും പറഞ്ഞത്. ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിനകത്ത് നിങ്ങളുടെ പാർട്ടി അല്ലാതെ വേറെ ഏതും പാർട്ടി ഉണ്ടോ? ഞങ്ങളുടെ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പണം പിരിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ആ കുടുംബത്തിനാണ് കൈമാറിയത്. കൃത്യമായി അവരുടെ കുടുംബത്തിന്, അവരുടെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ പിരിച്ച പണം. അത് കൃപേഷിൻ്റെതാവട്ടെ, ശരത്ലാലിൻ്റെ ആവട്ടെ, ഷുഹൈബിന്റെ ആവട്ടെ, ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ പിരിച്ചവൺ ആരെ പേരില്ല? നിങ്ങൾ ഏരിയ സെക്രട്ടറിയുടെ അല്ല ജില്ലാ കമ്മിറ്റി നേതാവിന്റെ അക്കൗണ്ടിലേക്കല്ലേ? എന്നിട്ട് നിങ്ങൾ അതിന് പലിശയല്ലേ അവർക്ക് കൊടുക്കുക? ബാക്കി പണം മുഴുവൻ നിങ്ങളല്ലേ, നിങ്ങളുടെ പാർട്ടിയിലെ അടിച്ചു മാറ്റുക. നിങ്ങൾ എവിടെയെങ്കിലും പിരിച്ച പൈസ മുഴുവൻ, രക്തസാക്ഷി ഫണ്ട് മുഴുവൻ ഏതെങ്കിലും ഒരു കുടുംബത്തിന് അക്കൗണ്ടിലേക്ക് കൈമാറിയെന്ന് അന്തസ്സോടെ നട്ടലോടെ പറയാൻ സാധിക്കോ? നിങ്ങൾ പാർട്ടിയുടെ അക്കൗണ്ടിലാണ് പണം ഇടാറ്. ആ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ കുറച്ച് പൈസ കൊടുക്കും, പിന്നെ അവർക്ക് അതിന്റെ പലിശ വെച്ച് കൊടുത്ത് അവസാനം ആ പണം പോലും നിങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് സ്വരൂപിക്കുന്ന ഏർപ്പാട് നടത്തുന്ന പാർട്ടി CPM അല്ലാതെ. നിങ്ങൾ ധനരാജ് ഇവിടെ ധീരജിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ പിരിച്ച പൈസ മുഴുവൻ ധീരജിന്റെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക, കൊടുത്തിട്ടില്ല. ഈ പറയുന്ന അഭിമന്യുവിനെ പിരിച്ച പണം നിങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ടോ? എത്ര കോടി പിരിച്ചു, എത്ര കൊടുത്തു, ബാക്കി പണം ഇവിടെ? അത് നിങ്ങൾ SFIക്കാർ ഉൾപ്പെടെ മുക്കിയതല്ലേ? അതിന്റെ തെളിവ് പുറത്തു വരികയല്ലേ? അപ്പൊ നിങ്ങൾ ഇമാതിരി വർത്താനം പറഞ്ഞ് പോകണ്ട. വയനാട് പിരിച്ച പണം, ആ പണം പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും ജോയിന്റ് അക്കൗണ്ടിലുണ്ട്. അത് മുഴുവൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആ ഭൂമി ഏറ്റെടുത്തു. വീട് പൂർത്തിയായാൽ തീർച്ചയായും അത് കൃത്യമായി, വളരെ കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ പറയും. ഞങ്ങൾ ആ പണം പിരിച്ചിട്ട് ഭൂമി ഏറ്റെടുത്ത് ഇത്ര കാലമായി നിങ്ങൾ ഭൂമി താങ്കൾ കണക്ക് പറയുമെന്ന് പറഞ്ഞു. നല്ല കാര്യം, ആ കണക്കുണ്ടാകണം. ഇപ്പൊ ഈ സമയത്ത് ഇത്രയും അധികം ചോദ്യങ്ങൾ നേരിടുന്ന ഈ സമയമുണ്ടല്ലോ, ഇതല്ലേ ഏറ്റവും കറക്റ്റ് സമയം ആ കണക്ക് പുറത്തേക്ക് വെക്കാൻ?
ശ്രീമതി ആര്യ, ഞങ്ങൾക്ക് ആ കണക്ക് പുറത്തുവിടുന്ന ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ പിരിച്ചു, ഞങ്ങൾ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ഞങ്ങൾ അതിൻ്റെ സമയബന്ധിതമായി ഞങ്ങൾക്ക് ഭൂമി കിട്ടാതുമായി ബന്ധപ്പെട്ട് ഇത്രയും 100 വീട്, 1 സെന്റ് ഭൂമിയല്ല, 2 സെന്റ് ഭൂമിയല്ല, ഞങ്ങൾ സർക്കാർ ഏജൻസിയല്ല, ഞങ്ങളൊരു പാർട്ടിയാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ അതിന് പരിമിതിയുണ്ട്. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ. ആ പ്രശ്നങ്ങളൊക്കെ പൂർത്തീകരിച്ചാണ് ഈ 100 ആളുകൾക്കുള്ള ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ തറക്കല്ലിട്ടത്. അതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കാത്തത് വെറുതെ ഫ്രീ ആയിട്ട് ആരെങ്കിലും പിന്നെ എഴുതി തന്നതാണോ? അച്ചാരം പറ്റിയതാണോ? കോൺഗ്രസിന് ഭൂമി ഇതാ ഫ്രീ ആയിട്ട് ഞങ്ങൾ തന്നു എന്ന് പറഞ്ഞ് ആ ഭൂമി കണ്ടെത്താൻ, അതിന്റെ തരംതിരിക്കാൻ, ആ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ തീർക്കാൻ എത്ര സമയമെടുക്കും? നിങ്ങളൊരു 10 സെന്റ് ഭൂമി എടുക്കുമ്പോൾ ആ ഭൂമിക്ക് എത്ര സമയമെടുക്കും അത് നിങ്ങളുടെ പേരിലാക്കണമെങ്കിൽ? ഇത്ര ആളുകളെ ഭൂമി ഏറ്റെടുത്ത് അത് കൃത്യമായി ചെയ്യണമെങ്കിൽ, അത് തരംതിരിക്കണമെങ്കിൽ 100 കുടുംബങ്ങൾക്ക് അത് കൃത്യമായി വേർതിരിക്കാൻ സമയമെടുക്കില്ലേ? മനസ്സിലായി. ഞങ്ങൾ സർക്കാർ സംവിധാനമല്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയല്ലേ. ആ പാർട്ടി ഏറ്റെടുത്ത് ആ ഭൂമി ഏറ്റെടുത്തില്ലേ? അതിന്റെ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ സാവകാശം ഞങ്ങൾക്ക് തരണ്ടേ? അതിനു മുമ്പേ നിങ്ങൾ എവിടെ വീട്, എവിടെ ഭൂമി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യം 100 വീട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചെങ്കിൽ, പാർട്ടി പ്രഖ്യാപിച്ചെങ്കിൽ ആ 100 വീട് കയറി കൂടാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും നല്ല പെട്ടെന്ന് തിരിച്ചു വരാം നമുക്ക്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പൊ നമ്മുടെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവിടെ മതരാഷ്ട്രീയ എല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കും. ആ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം, ആ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവനത്തിന്റെ പാതയിലേക്ക് പോകാനുള്ള സഹായം ചെയ്യുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിനൊരു തിരിച്ചടിയാണോ അത്? തീർച്ചയായിട്ടും അതെ. കാരണം ഈ കേരളത്തിൽ ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന പിരിവുകൾ വലിയ തട്ടിപ്പിലേക്ക് നീങ്ങുകയും ചാരിറ്റി പറയുന്ന ആളുകൾ കോടിക്കണക്കിന് രൂപ പിരിച്ച് അവരുടെ സൗകര്യത്തിന് പൈസ സൈഫൺ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഒരു ജഡ്ജിമെൻറ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്രൗഡ് സോഴ്സിംഗ് നടപ്പാക്കുമ്പോൾ, ക്രൗഡ് സോഴ്സിംഗ് ആരൊക്കെയാണോ ചെയ്യുന്നത്, അത് എന്ത് കോഴ്സിനാണ് ചെയ്യുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് പൈസ എടുക്കുന്നത്, ആരാണത് പിരിക്കുന്നത്, ആരാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നുള്ള കാര്യമെല്ലാം പോലീസ് അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഒബ്സർവേഷൻ, അത് അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല, അത് ഉണ്ടാക്കേണ്ടതാണ്. വാസ്തവത്തിൽ നോക്കൂ, ഈ 2 വിഷയങ്ങൾ എടുത്താൽ, പിന്നെ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട പിരിവ് ഒരു മധു എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി എന്ന ആരോപണവും, വയനാട്ടിൽ പിരിച്ച പണത്തിൻ്റെ നാളത്തെ കാര്യമല്ല പറയുന്നത്, എത്ര പണം പിരിച്ചു, ഏത് അക്കൗണ്ടിൽ, എത്രയാണ് അതിൻ്റെ തുക എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുന്നത്. ഇങ്ങനെ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത രാഷ്ട്രീയ നേതൃത്വമുള്ളൊരു കേരളത്തിൽ വാസ്തവത്തിൽ നിയമസഭയിൽ എന്താണ് നടക്കേണ്ടത്? കേരള പോലീസ് ആക്ടിൽ നിരവധിയായിട്ടുള്ള സെക്ഷനുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സെക്ഷൻ ആഡ് ചെയ്യുകയും ഇത്തരത്തിൽ ക്രൗഡ് സോഴ്സ് ഫണ്ടിങ് നടപ്പാക്കുമ്പോൾ അത് ഒരു പോലീസിൻ്റെ ഒരു പ്രത്യേക അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുകയും അവിടെ പോലീസിനും കൂടി മോണിറ്ററിംഗ് ഉണ്ടാവുന്ന തരത്തിൽ എത്ര പണം കിട്ടി, ആർക്കാണ് കൊടുക്കുന്നത്, എന്ത് പർപ്പസിനാണ് ചെലവാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ക്രൗഡ് സോഴ്സിങ്ങിൽ പോലീസിന് ഒരു അറിവുണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കാൻ പറ്റും ഇതിനകത്തെ തട്ടിപ്പുകൾ. പക്ഷേ ഈ ഇടതായാലും ഈ UDF ആയാലും ഒരു കാരണവശാലും അത്തരമൊരു നിയമനിർമ്മാണത്തിന് മുതിരുകയോ അങ്ങനെ ഒരു നിയമനിർമ്മാണത്തെ പറ്റി ആലോചിക്കുകയോ, എന്നാൽ ഈ ഇലക്ഷനിലെങ്കിലും ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ഇങ്ങനൊരു നിയമം കൊണ്ടുവരും, ഈ ക്രൗഡ് സോഴ്സ് ഫണ്ടിങ് കേരള പോലീസ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവന്ന് അതിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന ശേഷം മാത്രമേ ഞങ്ങൾ നടപ്പാക്കൂ എന്ന് പറയാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ യുക്തിബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പിരിവ് നടത്താനും അത് അടിച്ചു മാറ്റാനും അതിനുശേഷം വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന ധാർഷ്ട്യം ആളുകളോട് പറയാനും കഴിയുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രം ചെയ്യുന്നതുമല്ല. കേരളത്തിൽ യഥേഷ്ടം ഇത്തരം പിരിവുകൾ നടക്കുന്നുണ്ട്, ആ പിരിവുകളുടെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ വിശ്വാസ്യത ഇല്ലാതാവുമ്പോൾ ഫലത്തിൽ അതുകൊണ്ടാണ് CMDRF പോലെയുള്ള കുറച്ചുകൂടി ആളുകൾക്ക് വിശ്വാസമുള്ള 10 രൂപ കൊടുത്താൽ കണക്ക് കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് പണം കൊടുക്കുന്നത് PM പദ്ധതി പോലെ കണക്കില്ല എന്ന് പറയുന്നത് ഒരു സംവിധാനമല്ലാത്തതുകൊണ്ടാണ്. ശരി, എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. സാധാരണ ഒരു ചർച്ച, ഒരു മണിക്കൂറിലെ ഒരു ചർച്ച കഴിയുമ്പം ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ് ബാക്കി നമ്മുടെ കയ്യിലുണ്ടാകുന്നത്. പക്ഷെ ഇപ്പം ഹരീഷ് വാസുദേവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതൊരു ആശയമാണ്, നടപ്പാക്കാൻ കഴിയുന്ന ഒരു ആശയമാണ്. അതിനെപ്പറ്റി അടുത്തത് ആരധികാരത്തിൽ വന്നാലും അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം അവസാനിപ്പിക്കുന്നു.